ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മുടെ ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ വന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇവൾക്ക് ഈ വാച്ചിൻ്റെ കോഫി ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാരണം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഹീറോ വിടുന്ന പരിപാടി അവൾ കാണുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവളാണെങ്കിൽ ഇനി ഇതിന് മേലിൽ എനിക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല, എനിക്ക് പേടിയാവുമെന്ന് പറഞ്ഞ് അവളോടൊന്ന് ഓടി രക്ഷപ്പെട്ട് ഓടി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഓടി പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പഴയതുപോലെ തടി വെച്ചിട്ടുള്ള ഹീറോയിനായി മാറുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഹീറോ ഇവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ ചെയ്തത്? ഇവൾ പറഞ്ഞിട്ടല്ലേ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്? ലാസ്റ്റ് പകുതിക്ക് വെച്ച് ഇങ്ങനെ ഇട്ടിട്ട് അവൾക്ക് എങ്ങനെ മനസ്സിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൻ അകത്തേക്ക് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം അവൾ പറഞ്ഞൊരു ഐഡിയ കൊടുത്തിട്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ നൈറ്റിരുന്ന് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് അവൾ തന്നെ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി എന്തായാലും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നത് എൻ്റെയും കൂടെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ തിരിച്ച് ഓഫീസിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഫാറ്റി ഹീറോയിനായിട്ട് തന്നെ. അന്നേരം ഹീറോ ആണെങ്കിൽ നീ എന്തിനാ ഇവിടെ വന്നത്, നിന്നോട് ഇവിടെ വരരുതെന്നാണോ ഞാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോയിൻ ആണെങ്കിൽ സാർ ഞാൻ അതല്ല വന്നത്, ഇതുപോലെ എൻ്റെ ഫ്രണ്ടിന് പെട്ടെന്ന് വെച്ചത് ഭയങ്കര വയറുവേദന വന്നു, അത് കാരണം ഇവിടുത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് അവൾ ഇന്ന ദിവസം ഇവിടെ എന്നെ പറഞ്ഞു വിട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ വർക്ക് പെൻഡിങ് കിട്ടാൻ സാരമില്ല, എന്തായാലും നിന്നെ ഇവിടെ ഇനി ജോലിക്ക് എടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്ന സമയത്ത് അവൾ പിന്നെയും സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇതുപോലെ എൻ്റെ ഫ്രണ്ട് കാരണം വർക്ക് പെൻഡിങ്ങിന് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൾ എന്നെ രാത്രി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എന്നെ പറഞ്ഞു വിടരുത് സാർ, ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അയാൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവിടെയുള്ള കൊളീഗ്സ് എല്ലാവരും കൂടെ ചേർന്ന് പറയുന്നുണ്ട് അവർ ഒറ്റയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഈ വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല, ഇവിടെയും കൂടെ ഇന്ന ദിവസം ഇവിടെ വർക്കിന് എടുക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും പറയുന്നത് കൊണ്ട് ലാസ്റ്റ് നമ്മുടെ ഹീറോ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനും വന്നിരുന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് വർക്കെല്ലാം നല്ല സെറ്റായിട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെയായിരുന്നു അവരൊന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ ഈ കംപ്ലീറ്റ് വർക്കെല്ലാം ചെയ്തതിന് ശേഷം നേരെ പിന്നെ ആ കോഫി ഷോപ്പിലേക്ക് പോയിട്ട് കോഫി കുടിച്ചിട്ട് മെലിഞ്ഞൊരു ഹീറോയിനായിട്ട് തിരിച്ച് ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഗുണ്ടയാണെങ്കിൽ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇയാളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം ബാക്കിയെല്ലാവരും ചുറ്റിൽ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തേക്ക് പോയിട്ട് അയാളൊന്ന് വരട്ടാനായിട്ട് പോലും ആർക്കും ധൈര്യമില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇത് കണ്ട് നേരെ അവിടേക്ക് പോയിട്ട് അയാളുമായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അയാൾ നമ്മുടെ ഹീറോയിന് അടിക്കാനായിട്ട് കൈ ഓങ്ങുന്ന സമയത്ത് അതുവഴി നമ്മുടെ ഹീറോ ഇത് കണ്ടോട്ട് പോയിട്ട് ഹീറോ വന്ന് അവൻ്റെ കൈ തടുക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് ഹീറോ ആ ഗുണ്ടയായിട്ട് സ്റ്റണ്ട് കൊടുക്കുന്ന സമയത്ത് അയാൾ കൊടുക്കുന്ന അടിയല്ല നമ്മുടെ ഹീറോ മേടിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് സ്റ്റണ്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഇവൻ എങ്ങനെ അടി മേടിക്കുന്നത് കാണുമ്പോൾ ഹീറോയിന് പാവം തോന്നിയിട്ട് ഈ ഗുണ്ടയുടെ കാലിൽ പോയി കടിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഹീറോ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് അവൾ ഓരോ സ്ഥലത്ത് വന്നിട്ട് അവനും പറ്റിയ മുറിവൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, ഈ ഗുണ്ടയുടെ അടുത്തൊക്കെ നിനക്ക് അടി കൂടാനായിട്ട് പോകാൻ അറിയാലേ, പക്ഷേ ഇന്നലെ രാത്രി നിനക്ക് 8 മണിക്ക് ശേഷം ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല സാർ എനിക്ക് ശരിക്കും സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് അവൾ പറയണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത് ഈ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെൺകുട്ടിയിലെ അവളിങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ഇത് കാണുന്നുണ്ടായിരുന്നു. നേരെ ഓഫീസിലേക്ക് വന്നിട്ട് അവൾ ഭയങ്കരമായിട്ട് മദ്യപിച്ച് അവൾ വല്ല ഒരു ഡിപ്രഷൻ മോഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന ആ ഒരു മുടിയെ കളർ ചെയ്തൊരു പയ്യനില്ലേ, അവൻ ഇത് കണ്ടിട്ട് അവന് മനസ്സിന് ഭയങ്കര വിഷമം തോന്നിയിട്ട് ഹീറോ അവിടേക്ക് വരുന്ന സമയത്ത് ഹീറോയോട് ഇവൻ പോയി പറയുന്നുണ്ട്, സാർ നിങ്ങൾക്ക് അറിയാലോ അവൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം എന്താണെന്നുള്ളത്, പിന്നെ എന്തിനാ അവളെ കാണിക്കാനായിട്ട് ഇങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഈ ജോലിക്കാരോട് നിങ്ങളിങ്ങനെ ഇഷ്ടം കാണിക്കുന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, എനിക്ക് അവളായിരുന്നാലും ഇവളായിരുന്നാലും ഒരുപോലെ തന്നെയാണ്, രണ്ടുപേരോടും എനിക്ക് വേറൊരു രീതിയിലുള്ള അട്രാക്ഷനോ ലവോ ഒന്നുമില്ല, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, അവളോട് ഇതൊരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്, പക്ഷെ അവൾ മനസ്സിലാക്കാത്തത് എൻ്റെ തെറ്റല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസിലേക്ക് പോകാനായിട്ട് നടക്കുന്ന വഴി ആ മുടി കളർ ചെയ്ത പയ്യനാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നവൻ കാണുന്നുണ്ടായിരുന്നു. ഇവൻ ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കോഫി ഷോപ്പ്, അതായത് നമ്മൾ മറ്റേ കോഫി ഷോപ്പിൻ്റെ ഡോർ തുറന്നിട്ട് നമ്മുടെ സ്കെൽറ്റ് ആയിട്ടിരിക്കുന്ന ഹീറോയിൻ നടന്നു വരുന്നുണ്ടായിരുന്നു. നടന്നു വന്ന പാടെ ഇവൻ ഇങ്ങനെ പേടിപ്പിക്കാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ മേലേക്ക് ഇങ്ങനെ വീണിട്ട് ഹഗ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ആകുന്നുണ്ടായിരുന്നു. അതോടെ ഈ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവനെ പിടിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോ ആണെങ്കിൽ ഇവരെ രണ്ടുപേരെ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരുന്നു, ഇവർ തമ്മിൽ എന്തോ റിലേഷൻ ആണെന്ന് വിചാരിച്ചിട്ട്. അത് കണ്ടതോടെ അവൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവന് ഇവളോടൊരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഈ കലിപ്പിൽ അവൻ നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ സംഭവം എന്നാ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാറ്റി ഹീറോയിൻ ഇല്ലേ, അവൾ ഇവൻ നടന്ന് ഈ കോഫി ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇവൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ തിരികെ ഇറങ്ങി വരുന്ന സമയത്ത് അവളെ ഒന്ന് പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി വന്നത് നമ്മളെ സ്കെൽറ്റ് ആയിട്ടുള്ള ഹീറോയിൻ ആയിരുന്നു. ഇത് കാണുമ്പോൾ അവൻ ആകെ അതിശയം തോന്നുന്നുണ്ടായിരുന്നു. ഇവളകത്തേക്ക് കയറിപ്പോന്ന് ഞാൻ കണ്ടില്ലായിരുന്നു, പിന്നെ ഇതെങ്ങനെ ഇപ്പം ഇറങ്ങി വന്നെന്ന് പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് ആയിരുന്നു ഇവളിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവരിങ്ങനെ വീഴനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇവൾ നേരെ ഇവനെയും കൂട്ടിയിട്ട് പോയിട്ട് നീ എന്തിനാ ഈ കോഫി ഷോപ്പിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കുമ്പോൾ ഇവനോട് നമ്മുടെ ഹീറോയിൻ സത്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു.
നീ ദയവ് ചെയ്ത് ആരോടും പറയരുത്. വേറൊന്നുമല്ല, ഞാൻ തടിച്ചിയായിരുന്ന സമയത്ത് ഞാൻ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതൊക്കെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് ഇപ്പോഴാണ് എൻ്റെ ലൈഫ് ഞാനൊന്ന് ആസ്വദിച്ച് തുടങ്ങിയത്. അത് നീയായിട്ട് കുളവാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവൻ ഓക്കെ പറഞ്ഞ് 2 പേരും കൊടുത്തിട്ട് ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഓഫീസിലേക്ക് വരുന്ന സമയത്തും നമ്മുടെ ഹീറോ നല്ല കലിപ്പിലായിരുന്നു കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ടും ഈ ഹീറോയിനും ഈ പയ്യനും കൂടെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടൊന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് പുറത്ത് പോകുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവർ 2 പേരും അടുത്തിരുന്ന് പല സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇത് മതിയല്ലോ. അന്ന് ഫുൾ മദ്യപിച്ചിട്ട് ബോധമില്ലാതെ നടക്കുന്ന സമയത്ത് ഹീറോ ഡിന്നർ എല്ലാം കഴിഞ്ഞ് തിരികെ പോകുന്ന സമയത്തായിരുന്നു ഹീറോ നേരെ വന്ന് ഇവിടെ കിസ് ചെയ്യുന്നത്. അങ്ങനെ കിസ്സിങ് സീൻ എല്ലാം കഴിഞ്ഞിട്ട് അവൻ നേരെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവൻ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തായിരുന്നു അയ്യോ എൻ്റെ ദൈവമേ, ഈ ബോധമില്ലാത്ത അവസ്ഥയിൽ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചത്, അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാണെന്ന് പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ട് എന്തായാലും പിറ്റേ ദിവസം നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര സുന്ദരിയായിട്ട് റെഡിയായിട്ട് ഹീറോയിനെ പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സാർ, ഇന്നലെ എന്നാ നടന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ എന്ത് നടന്നു, ഇന്നലെ എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തതാണ്, അത് ഞാൻ എന്നോട് സോറി ചോദിക്കുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലില്ല, അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനകത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇന്നലെ അവനിങ്ങനെ കിസ് ചെയ്തുകൊണ്ട് തന്നെ അവൾ റൂമിലേക്ക് പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടിനോട് ഇത് പറഞ്ഞിട്ട് ഇതുപോലെ അവൻ എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ കിസ് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാരി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ സന്തോഷം തന്നെയാണ് രാവിലെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതും. വന്ന പാടെ ഇവളിൽ നിന്ന് ഈ മറുപടി കേട്ടതോടെ അവൾക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവൾ തന്നെ ഇവളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അവൻ അങ്ങനെ ഒരു ഇഷ്ടം തന്നോടില്ല, അത് കാരണം താൻ എന്തിനാണ് ഇവിടെ വന്നത്, അത് മാത്രം ചെയ്തിട്ട് മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോകുന്നാൽ നല്ലതെന്ന് പറഞ്ഞിട്ട് അവളുള്ള വർക്കെല്ലാം ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഹീറോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഇനി സംസാരിക്കേണ്ടതാണ്. ഇവളുടെ ജോലി നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് പോയിട്ട് ഇത് നോക്കി പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇങ്ങനെ വർക്ക് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ വരെ പോകണമെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഹോസ്പിറ്റലിൽ എന്താ പോകുന്നതെന്നുള്ളത്. ലാസ്റ്റ് ഇവർ 2 പേരും കൂടെ ചേർന്നിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ എന്തിനാ പോയെന്ന് പറഞ്ഞാൽ ഇതുപോലെ പുതിയൊരു ഡ്രാമ എഴുതുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ഈ പടമൊക്കെ വരയ്ക്കാനായിട്ട്. ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ഡ്രാമ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹീറോയിനും കൂടെ പോയിട്ട് ഫോട്ടോസൊക്കെ ഇങ്ങനെ നന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു എമർജൻസി ആയിട്ട് ഒരു ആക്സിഡൻറ്റ് കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ട്രക്ചർ അയാളെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ മേലിൽ തട്ടിയിട്ട് ഹീറോയിൻ നേരെ നമ്മുടെ ഹീറോയുടെ പുറത്തേക്ക് പോയി വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു 10 മിനിറ്റോളം കണ്ണും നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ കഴിയുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ ദേ അവർ പോയിട്ട് ഒരു അരമണിക്കൂറെങ്കിലാവും, നീ എന്താ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാകെ ചമ്മി നാറിയിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം അവൾ നേരെ കോഫി ഷോപ്പ് നോക്കിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന ആ ഷെയർ ഹോൾഡർ പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഹീറോയോട് കറങ്ങി നടക്കുന്നതായിരുന്നു അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ നേരെ വന്നിട്ട് ഇവൾ തടഞ്ഞു നിർത്തിയിട്ട് നിന്റെ വിചാരം എന്താ, നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും അവൻ്റെ പുറകെ നടക്കുന്നത്, അവനെങ്ങാനും കറക്കിയെടുക്കാനാണ് നിന്റെ മോഹമെങ്കിൽ അത് ഇതോടെ നിർത്തിയിട്ട് നിനക്ക് ഓഫീസിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അവൾ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്തായിരുന്നു അവളുടെ വാച്ചിൽ നിന്ന് 10% ഉള്ളൂന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇവളുടെ ശരീരത്തിൽ കോഫിയിൽ അവരിങ്ങനെ താഴ്ന്നു വരുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്ത് നിന്ന് സ്കൂട്ടായേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോയിട്ട് കുറച്ച് അർജൻറ്റ് കാര്യമുണ്ട്, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ മറുപടി പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ സ്പീഡിന് ഈ കോഫി ഷോപ്പിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതോടെ കോഫി ഷോപ്പിലെത്തി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് ഈ പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവരിങ്ങനെ കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ ഫ്രണ്ടിനെ പോലെ നീ ഇതിനെ എപ്പോഴും ഈ കോഫി ഷോപ്പിലേക്ക് വരുന്നത്, അവൾ ഇവിടെ വന്ന് തിന്ന് തന്നെയാണ് ഈ തടിച്ചേ പോലെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ നീയും ഇങ്ങനെ തടിച്ചാവാനാണ് ഇവിടെ വരുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ലാസ്റ്റിന് വാച്ചിൽ 1% ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലാസ്റ്റ് ഇവരുടെ ഫ്രണ്ടിൽ ഒരു കേക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഈ കേക്കിലേക്ക് അവളെ പിടിച്ച് മുഖം പൊട്ടി വെച്ചിട്ട് അവിടെ നിന്ന് കുടുകുടൂന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയതിന് ശേഷം ഈ ഷെയർ ഹോൾഡർ അയക്കുന്ന പെങ്കുച്ചാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എടി നീ എവിടെയാ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോഴത്തേക്കും അവിടെ എങ്ങനെയും ഹീറോയിൻ്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല. ഈ സങ്കടത്തിൽ ഇവിടെ ഇതുപോലെ ഇതുകൊണ്ട് എന്ന് ഹീറോയോട് പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഹീറോ അവളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇതുപോലെ നീ ഇങ്ങനെ ഇവിടെ അടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് എനിക്ക് ബോധമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ മദ്യപിച്ചെന്ന് പറഞ്ഞിട്ട് നിനക്ക് അങ്ങനെ എന്നോട് കാണിക്കാമോ, എൻ്റെ പൊസിഷൻ എന്താണെന്ന് നീ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഹീറോയിൻ ഈ പെങ്കൊച്ചിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ഈ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെങ്കുച്ചി നമ്മുടെ ഹീറോയിനെ വിടാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന ഹീറോ അടുത്തേക്ക് വന്നിട്ട് എന്തായാലും അവൾ ചെയ്ത തെറ്റിന് എന്നോട് സോറി പറഞ്ഞാലോ, ഇത് നിനക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെങ്കുച്ചിനോട് പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത്, അതുകൊണ്ടല്ലേ ഇപ്പം നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ കലി കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ എന്തോ അവൾ അങ്ങനെ പറഞ്ഞത് എന്തോ ഇവന് മനസ്സിലൊരു വിഷമം തോന്നിയിട്ട് ലാസ്റ്റ് ആ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ ഹീറോയിൻ്റെ മേൽ തീർക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ നീ എന്താ ഈ വിചാരിച്ച് വെച്ചേക്കുന്നത്,
സംസാരിക്കുന്നത്, അവൾ നമ്മുടെ കമ്പനിയിൽ ആരാണെന്നുള്ളത് നിനക്ക് അറിയാമോ, ഇങ്ങനെ മദ്യപിച്ചിട്ട് ബോധമില്ലാതിരുന്ന സമയത്തായിരുന്നാലും അവളോട് എങ്ങനെ അങ്ങനെ നിനക്ക് ചെയ്യാനായിട്ട് തോന്നിയത് പറഞ്ഞ് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ സങ്കടത്തിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വർക്കൊന്നും അന്നേ ദിവസം ചെയ്യാൻ നിൽക്കാതെ ഓഫീസിൽ നിന്നിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്കാകെ പ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ആരുടെ സൈഡിൽ നിന്ന് സംസാരിക്കണം എന്നുള്ളത് അവനാകെ കൺഫ്യൂഷനായിരുന്നു. ഈ കൺഫ്യൂഷൻ്റെ പുറത്ത് പ്രാന്ത് പിടിച്ചിട്ട് ലാസ്റ്റ് അവൻ പോയി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. മദ്യപിച്ച് ബോധമില്ലാത്തൊരവസ്ഥയിലാകുന്ന സമയത്ത് അവിടെ ബാറിലുണ്ടായിരുന്ന ജീവനക്കാരിൽ ആരോ ഒരാൾ ഇതുപോലെ നമ്മുടെ ഹീറോയുടെ ഫോൺ മേടിച്ചിട്ട് ഹീറോയിനായിരുന്നു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ ഹീറോയിനെ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് ബോധമില്ലാതെ ഇവിടെ കിടപ്പുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാനും പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഹീറോയിൻ പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ കൂടിയിട്ട് നേരെ അവൻ്റെ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ഹീറോയിൻ ഈ ഫാറ്റി ഹീറോയിനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ലോക്ക് നോക്കുന്ന സമയത്ത് അവൾക്ക് ആ ലോക്ക് അറിയത്തില്ലായിരുന്നില്ല. കുറേ തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും പറ്റാത്തത് കാരണം ഇവൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവളുടെ റൂംമേറ്റ് ആയിരിക്കുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ എന്തോ ഔട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം അവൾ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ ഒരു വിധത്തിൽ അവളുടെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ബെഡ്ഷീറ്റൊക്കെ പൊതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അവൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൾക്കാണെങ്കിൽ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. ലാസ്റ്റ് അവൾക്ക് ഫീലിങ്സ് സഹിക്കാൻ വയ്യാതെ പതുക്കെ പോയിട്ട് അവൻ ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ചെന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ സന്തോഷത്തിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നിട്ട് പിന്നെയും നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്ന് അവനെ തന്നെ നോക്കിയിരുന്നിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു അവളൊരു കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഹീറോ അവൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവളുടെ റൂമിലാണെങ്കിൽ ഫുൾ ഹീറോയുടെ ഫോട്ടോസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഹീറോ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇതെല്ലാം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഹീറോ ഉറക്കെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവളാണെങ്കിൽ ഇവനോട് ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ഇവനെ പെട്ടെന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് ഈ ബാൽക്കണിയിലേക്ക് ആക്കിയിട്ട് അവൾ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് അവനെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവൻ എന്തായാലും താങ്ക്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ച് ഓഫീസിലേക്കും പോകുന്നുണ്ടായിരുന്നു. ഓഫീസിലേക്ക് വന്നതിന് ശേഷം ഇന്നലെ നമ്മുടെ ഹീറോയിൻ അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പേരിൽ ഒരുപാട് തവണ അവളോട് സോറി പറയണമെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ ഹീറോയിൻ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു വിധത്തിൽ തക്കത്തിൽ കിട്ടുന്ന ടൈമിൽ അവൻ അവളോട് സോറി പറയുന്നുണ്ട്. ഇതുപോലെ ഇന്നലെ നടന്നില്ല, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവളും അത് സാരമില്ല, അത് ഞാൻ അപ്പം തന്നെ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഇവിടെ ആ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെങ്കൊച്ചനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അവളുടെ സ്നേഹം ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ സങ്കടങ്ങളൊക്കെ ഈ ഓഫീസിൽ കൊള്ളികരിക്കുന്ന ഒരു മുടി കളറൊക്കെ ചെയ്ത പയ്യനില്ലേ അവനോട് പറയുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ അവൻ അവളോട് പറയുന്നുണ്ട്, എടി നീ എന്തിനാ നിൻ്റെ കൂടെ ഇല്ലാത്ത ഒരാളെ ഓർത്തിട്ട് എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്, നിൻ്റെ കൂടെ എപ്പോഴും ഞാനില്ലേ, നീ എന്താ എന്നെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ വായും തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയെങ്ങാനും ഇവനും തന്നെ ഇഷ്ടമാണെന്ന് ചിന്തിച്ചിട്ട് അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് രാത്രി നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ ഒരു ഫയൽ കൊടുക്കാനായിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഫയലെല്ലാം കൊടുത്തെങ്കിൽ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് ഹീറോയുടെ കുറച്ച് കസിൻസ് എല്ലാവരും കൂടെ ഒന്നും പറയാതെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. വന്നപാടെ ഇവർ രണ്ടുപേരും ഇങ്ങനെ രാത്രി അതും ഇവൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ സംശയിക്കുന്നുണ്ടായിരുന്നു ഇവരിങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഡയറക്റ്റായിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനും കൂട്ടിയിട്ട് അവൻ വാഷ്റൂമിലേക്ക് പോയിട്ട് അവളോടൊരു കാര്യം പറയുന്നുണ്ട്, എടി ഇതുപോലെ കുറേ നാളുകൊണ്ട് എൻ്റെ പാരൻസ് ഇതുപോലെ ആരെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടോ, അതോ ഞങ്ങൾ വേറെ എന്തെങ്കിലും കല്യാണം നോക്കട്ടെ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയുമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുവാണ്. ഇപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. എനിക്ക് ഇതുപോലെ ഒരു റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അവരെന്നെ ഇതും പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും. അതുകൊണ്ട് പ്ലീസ് ഇന്നൊരു ദിവസത്തേക്ക് അവരുടെ മുന്നിൽ നീ ഒന്ന് അഭിനയിക്കാവോ, എന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഹീറോയിനെങ്കിൽ കാല് പിടിക്കുന്ന വരെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ പറയാം, പക്ഷേ നീ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ, ഇനി നീ എനിക്ക് രാത്രി ഫുൾ വർക്കൊന്നും തരരുത്, എനിക്കതൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഓഫീസിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും എന്ത് വർക്ക് ചെയ്തിരുന്നാലും അതൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും നീ പറയണമെന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊക്കെ ഞാൻ സമ്മതിക്കും, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, നീ ഒന്ന് വന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞ് സെറ്റാക്കിയിട്ട് പുറത്ത് വന്നിട്ട് ഇതുപോലെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ഈ കസിൻസ് എല്ലാവരും കൂടെ ഇതെന്തോ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളെന്തോ കള്ളത്തരം പറയുന്ന പോലെ തോന്നുന്നു പറഞ്ഞിട്ട് ഒരു മെഷീൻ കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തോ ഒരു സൗണ്ട് വരുമായിരുന്നു. ആദ്യം നമ്മുടെ ഹീറോയിനോട് അതിൽ കൈവെക്കാൻ പറയുന്നുണ്ടായിരുന്നു. അവളും പോയിട്ട് കൈവെക്കുമ്പോഴത്തേക്കും അതിലൊരു പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ നിൻ്റെ ആദ്യത്തെ ക്രഷ് എന്ന് പറയുന്നത് ഇവൻ തന്നെയാണോ, നിൻ്റെ മനസ്സിലിപ്പം ഫുള്ള്
ഇവനാണോ ഉള്ളത്, നീ ഇവനെ തന്നെയാണോ ഒരുപാട് സ്നേഹിക്കുന്നത് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും അവൾ അതേ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണല്ലോ അവൾ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ മെഷീനും ഇത് സത്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നമ്മുടെ ഹീറോയുടെ കാര്യത്തിലൊരു വിശ്വാസമൊക്കെ വരുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയെ പിടിച്ചിരുത്തിയിട്ട് കൈ വെക്കാൻ പറഞ്ഞിട്ട് ഇതുപോലെ നീ ഇവളെ കിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അതിലിങ്ങനെ ഇവൻ കള്ളമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഹീറോ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നിരുന്നാലും ഹീറോയിനെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതോടുകൂടി ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പരസ്പര ഇഷ്ടത്തിലാണെന്നുള്ള കാര്യത്തിലും വിശ്വാസം വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോ ഇതുപോലെ പറയുന്നുണ്ട്, ഒരുപാട് ലേറ്റായി, ഞാൻ ഇവളെ വീട്ടിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് വെച്ചിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ നിന്നെ ഉമ്മ വെച്ചത് ബോധമില്ലാത്ത അവസ്ഥയിലൊന്നുമല്ല, നല്ല ബോധത്തോടു കൂടെ തന്നെയാണ്. കുറേ നാളുകളായിട്ട് നിന്നോട് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്കും എന്നെ ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിനക്ക് ഇപ്പം എന്നോട് തുറന്ന് പറയാമെങ്കിൽ പറയാൻ പറയുമ്പോൾ ഹീറോയിനും അത് ഓക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഇവരുടെ കപ്പിൾ ലൈഫ് ആരംഭിക്കുമായിരുന്നു. അതായത് ഡേറ്റിംഗ് ഒക്കെ. ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എപ്പോഴും കാണാനും റൊമാൻസ് ഒക്കെ കാണിക്കാനുള്ള അത്യാവശ്യം അധിക സമയം ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ തന്നെ ഈ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെങ്കൊച്ചി ഇതെല്ലാം കണ്ടിട്ട് കരഞ്ഞ് ഒരു വഴി കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതെന്താ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ്റെ എൻ്റെ ഇഷ്ടം എന്താ മനസ്സിലാക്കത്തെന്ന് ഓർത്തിട്ട് ഒരു ദിവസം രാത്രി ഇവളിങ്ങനെ കരഞ്ഞോണ്ട് പോകുന്ന സമയത്ത് ഈ മുടി കളർ ചെയ്ത പയ്യനില്ലേ, അവനെ കളറിങ്ങൊക്കെ മാറ്റിയിട്ട് നേരെ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാ എപ്പോഴും നോക്കിയാലും ഇങ്ങനെ അവനെ ഓർത്തിങ്ങനെ വിഷമിക്കുന്നത്, ഞാൻ ഇനി നിന്നോടൊരു കാര്യം തുറന്ന് പറയാനാണ് വിചാരിക്കുന്നത് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ദൈവം ഇവ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷനിലായിട്ട് അവനോട് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോഫി ഷോപ്പിലേക്ക് പോയിട്ട് ഇങ്ങനെ സ്കെൽറ്റായിട്ടുള്ള ഹീറോയിനായിട്ട് മാറി വരുന്നത് ഈ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെങ്കൊച്ച് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ ഷോക്കായിട്ട് ഇത് നേരെ പോയിട്ട് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ടെങ്കിലും അവനല്ലേ ആൾ, അവനിത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവളെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൻ ഒട്ടും തന്നെ വിശ്വസിക്കാതെ വരുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഇതുപോലെ ഒരു സ്പോട്ട് പറഞ്ഞു തരാം, നീ അവിടെ പോയി തന്നെ നോക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇവൾ പറയുന്നത് എന്താണെന്നുള്ളതൊന്നും അറിയാനായിട്ട് അവൻ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ആരും കാണാതെ ഇങ്ങനെ ഒളിച്ചൊളിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഇവൻ കാണുന്നുണ്ടായിരുന്നു. അവളെ ഫോളോ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അവളിങ്ങനെ ഫാറ്റി ഹീറോയിനായിട്ട് മാറിപ്പോകുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അതവന് ഭയങ്കര വിഷമമായിരുന്നു. അവനിങ്ങനെ കണ്ട ഷോക്കിലും അവൾ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ് ഇങ്ങനെ ഇത്രയും നാൾ പിടിച്ചു എന്നതൊക്കെ ചിന്തിച്ചിട്ട് അവന് വളരെ സങ്കടം വന്ന് അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അവളാണെങ്കിൽ ഇങ്ങനെ ഫാറ്റി ഹീറോയിനായിട്ട് മാറിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതേപോലെ നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യേണ്ട, അത് നമുക്ക് നാളെ രാവിലെ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൾ പിറ്റേ ദിവസം രാവിലെ കോഫി ഷോപ്പിൽ വന്നിട്ട് കോഫി കുടിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഹീറോ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഇനി എന്താ നീ പറ്റിക്കാനായിട്ട് നോക്കുന്നത്, നിന്നെപ്പോലൊരു പെൺകുട്ടിയെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, ഓഫീസിൽ വെച്ച് അത് കള്ളം പറയുന്നു, ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ട് ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റുന്നു, നീ ഒരു കള്ളി തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇപ്പോഴെങ്കിലും ഞാനിത് കണ്ടുപിടിച്ചിരുന്നാൽ നന്നായി, എൻ്റെ ലൈഫെങ്കിലും എനിക്ക് നോക്കാനായിട്ട് പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഹീറോനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നീ എൻ്റെ പണം കണ്ടാണോ എൻ്റെ സ്നേഹം തട്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചത്, എന്തായാലും ദൈവമായിട്ട് തന്നെയാണ് ഇപ്പം ഇതെന്നെ മുമ്പിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിന് അത് ഭയങ്കര വിഷമം വരുന്നുണ്ടായിരുന്നു. അവൾ മനസ്സിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇതേ സമയത്ത് ഈ മജീഷ്യൻ ഇവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങനെ സ്കെൽറ്റ് ആവണോ എന്നിങ്ങനെ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെറുതായിരിക്കുന്ന മുതലേ ഞാൻ എൻ്റെ ലൈഫിൽ വലുതായിട്ട് നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ തടിച്ചിട്ടുള്ളൊരു രൂപം എന്ന് പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു. എന്തിന് ഒന്ന് ലിഫ്റ്റിൽ കയറിയാൽ പോലും അവിടെ നിന്ന് തന്നെ ഇറക്കി വിടുമായിരുന്നു ഇങ്ങനെ ഓവർലോഡാണെന്ന് പറഞ്ഞിട്ട്. അപ്പം മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് തടി കുറയ്ക്കാനായിട്ട്, പക്ഷേ എന്തുകൊണ്ടും എനിക്ക് സാധിക്കാറില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് എനിക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത്. പക്ഷേ എനിക്കറിയാം എൻ്റെ രൂപം വെച്ചിട്ട് അയാൾക്ക് എന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഞാനതെൻ്റെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നപ്പോഴത്തേക്കും എനിക്കതിനെ അടക്കി വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാരമില്ല, ഇതൊക്കെ ഞാൻ അനുഭവിക്കണമെന്നുള്ളത് എൻ്റെ തലയെഴുത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ മജീഷ്യൻ പറയുന്നുണ്ടായിരുന്നു, ഒരു കാര്യം നീ നിൻ്റെ ലൈഫിൽ എപ്പോഴും ചിന്തിച്ച് വെച്ചേക്കണം, നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് ഒരിക്കലും മാറ്റരുത്, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മൾ ഏത് രൂപത്തിലായിരുന്നിരുന്നാലും നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. ഇപ്പോൾ നീ തടിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും വരുത്താനായിട്ട് ശ്രമിക്കരുത്. അതുപോലൊരു പരാജയം നമ്മുടെ ലൈഫിൽ വേറെ ഒരിക്കലും സംഭവിക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവളും അതിനെപ്പറ്റി റിയലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടെ അവൾ
വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ ലൈഫിൽ അവളൊരു തീരുമാനം എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം പോയിട്ട് കോഫി കുടിച്ചിട്ട് ഈ സ്കെൽറ്റായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവൾ നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ലൈഫിൽ ലാസ്റ്റായിട്ട് ഞാനിങ്ങനെ കോഫി കുടിച്ച് മെലിഞ്ഞ് വരുന്ന ഒരു ദിവസമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടിങ്ങനെ കൊളീഗ്സിനോട് എല്ലാവരോടും കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ ലാസ്റ്റ് ഡേ ആണ് എൻ്റെ ഓഫീസിലെന്ന് പറഞ്ഞിട്ട് നിങ്ങളും നന്നായിട്ടൊക്കെ വർക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ടൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ കുറേ അഡ്വൈസൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ ഇതേപോലെ ജോലി രാജിവെക്കാമെന്ന് പറഞ്ഞിട്ട് രാജിക്കത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഹീറോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഫാറ്റി ആയിട്ടിരിക്കുന്ന ആൾക്കാണോ അതോ സ്കെൽറ്റായിട്ടിരിക്കുന്ന ആൾക്കാണോ ഈ രാജിക്കത്തിൽ നിന്ന് തന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ രണ്ടുപേർക്കും കൂടെ തന്നെ തന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് ചുമ്മാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ രാജിവെച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അത് കേട്ട് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് ഇവിടെ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെങ്കുച്ചിനെ കാണാനായിട്ട് ആ ഓഫീസിലുള്ള വേറൊരു പയ്യനില്ലേ, അവനും വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഇതുപോലെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിനക്ക് ഇനി ജന്മം ഇഷ്ടപ്പെടാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ വന്നിട്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ന്യൂയോർക്കിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവനും അവളോട് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. പോകുന്നതിന് ശേഷമായിരുന്നു അവൾക്ക് എന്തോ മനസ്സിൽ ചെറിയൊരു സങ്കടം വരുന്നുണ്ടായിരുന്നു. നമ്മളൊരിക്കലും നമ്മൾ സ്നേഹിക്കുന്നവരല്ലല്ലോ, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടില്ല ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ സ്കെൽറ്റായിട്ടിരിക്കുന്ന ഹീറോയിന് കൊടുക്കാനായിട്ട് ഒരു റിങ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് അവൻ്റെ കയ്യിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നേരെ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. ശേഷം ഇതുപോലെ നേരെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ഇനി ഈ റിങ് എനിക്ക് എൻ്റെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം നേരെ അവൻ ആ കോഫി ഷോപ്പിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പോയിട്ട് ആ മജീഷ്യനെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവൾക്ക് ഈ കോഫി കൊടുത്ത് ഇങ്ങനെ മെലിയിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവനും അയാൾ ഒരു കോഫി എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിനക്ക് എന്താ തോന്നുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനത് കുടിക്കുമ്പോൾ ആ നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ, ഇതാണ് നീ അവളും തമ്മിലുള്ള വ്യത്യാസം. ഞാനിതുപോലെ ഫസ്റ്റ് ടൈം അവൾക്കും ആ കോഫി കൊടുത്ത ടൈമിൽ അവൾ അത് കുടിച്ചിട്ട് എന്നോട് എന്താ പറഞ്ഞതെന്നറിയാവോ, അവളുടെ ശരീരത്തിൽ എന്തോ പോലെ തോന്നുന്നുണ്ട്, നിങ്ങളിൽ എന്ത് മാജിക്ക് ആഡ് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ അവൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമെങ്കിലും അവൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വലിയൊരു തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഈ കോഫിയിൽ ഇങ്ങനെ ഒരു മാജിക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് അവളെ ഇങ്ങനെ മെലിഞ്ഞ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ മനസ്സിലായത്, അവളുടെ ഈ ലോകത്ത് അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് വെച്ചിരുന്ന ഒരു മൂഢത്തരമായിട്ടുള്ളൊരു കാര്യം അവൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ലേ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും ഒരാളുടെ പുറമേയുള്ള സൗന്ദര്യം വെച്ചിട്ട് അവരെ വിലയിരുത്തരുത്. അവരൊന്നും ഒരിക്കലും നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടാവുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടിയും പറയാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ, അതായത് മനസ്സിൽ ഉള്ളുകൊണ്ട് ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അവർ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഒരാളെ നമ്മളെ വിലയിരുത്തുമ്പോൾ അവരുടെ മനസ്സിലുള്ള സ്നേഹം എന്താണെന്ന് നോക്കിയിട്ട് വേണം അവരെ വിലയിരുത്താനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അത് വല്ലാതെ മനസ്സ് കയറി കൊള്ളുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നേ വരെ നമ്മുടെ ഹീറോയിനെ അവളുടെ ബോഡി വെച്ചിട്ട് അവൻ വിലയിരുത്തിയിട്ടേ ഇല്ല. മറ്റുള്ളവർ അവളെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്തും നമ്മുടെ ഹീറോയുടെ സൈഡിൽ നിന്ന് മാത്രമേ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എന്തിനാ ഇങ്ങനെ ഞാൻ അവളെ വെറുത്ത് പോയെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, തന്നോട് അവൾ ഇത്രയും വലിയൊരു നുണ മറച്ചു വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ അവളോടിങ്ങനെ ദേഷ്യം തോന്നുന്നുള്ള കാര്യം. ലാസ്റ്റ് നമ്മുടെ ഈ മജീഷ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവന് മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഈ ഓഫീസിലെ ആ പയ്യനിലെ, അതായത് നമ്മുടെ ഈ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെൺകുട്ടിയോട് ഇഷ്ടമുള്ള പയ്യൻ, അവൻ നേരെ ന്യൂയോർക്കിലേക്ക് പോകാനായിട്ട് എയർപോർട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതിന് മേലെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവൾ വരെ എയർപോർട്ടിലേക്ക് പോയിട്ട്, എടാ പൊട്ട, നീ എണീറ്റിട്ട് ഇവിടുന്ന് പോവാണോ? എനിക്കെന്തോ പെട്ടെന്ന് വെച്ചിട്ട് നീ എന്നോട് ഇഷ്ടം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എനിക്ക് വേണ്ടിയിട്ട് ഇനി പോകാനോട് നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഇനി ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ ഒന്നിക്കുന്നുണ്ടായിരുന്നു. അവനത് വലിയ സന്തോഷമായിരുന്നു. അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവളും തിരികെ വന്ന് ഇഷ്ടം ഇങ്ങനെ പറയുന്നുള്ള കാര്യം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇത് ഹീറോയോട് പോയി പറയുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഈ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെങ്കുച്ച് അവളുടെ ലൈഫിലുണ്ടായ അനുഭവത്തെ പറ്റിയിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരിക്കലും നമ്മളെ സ്നേഹിക്കുന്നവർ തേടിയല്ല പോകേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്നവർ തേടി വേണം പോവാൻ. ഇപ്പം നീ കണ്ടില്ലേ, ഇത്രയും നാൾ ഞാൻ ഒരു കാര്യമില്ലാതെ നിനക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ എത്ര ഹാപ്പിയെന്ന് നിനക്കറിയോ? കാരണം എന്താ, ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആളെ എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്തത്. അതുപോലെ നിനക്കും സമയം ഇതുവരെ വൈകിട്ടൊന്നുമല്ല, നല്ലപോലെ ആലോചിച്ചിട്ട് നിൻ്റെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ മജീഷ്യൻ പറഞ്ഞതും ഇവിടെ പറഞ്ഞതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. തൻ്റെ മനസ്സിൽ അവളോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും തന്നോട് ഇങ്ങനെ വലിയൊരു കള്ളം മറച്ചു വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ആ ഇഷ്ടം മറച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇവൻ്റെ മനസ്സിലെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫാറ്റി ഹീറോയിനെ അവൻ പോയി മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ സമയം സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഹീറോയിനെ പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് വെച്ച് ഇങ്ങനൊരു വലിയ കാര്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് നിന്നോട് ഇങ്ങനൊരു ദേഷ്യം തോന്നിയത്. അല്ലാതെ ഞാൻ നിന്നെ ഇന്നേ വരെ വെറുത്തിട്ടില്ല.
പിന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരിക്കലും നിന്റെ പുറമേയുള്ള ഭംഗി കണ്ടിട്ടല്ല, നിന്റെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ്. നീ നമ്മുടെ ഓഫീസിൽ തന്നെ എന്ത് ആത്മാർത്ഥമായിട്ട് ഓരോ ജോലികളും ചെയ്യുന്നത്, അത്രയൊന്നും ഇന്നേ വരെ എനിക്ക് പോലും തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ ഹ്യൂഗോ ഇപ്പോൾ വന്ന് പറയുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ അവൻ പറയുന്നുണ്ട്, നിനക്ക് എന്നോടുള്ള സ്നേഹം എന്തുമാത്രമാണെന്നുള്ളത് എനിക്കറിയാം. ഇനിയും അത് കണ്ടില്ല എന്ന് അടിക്കുന്നത് ഒരു വലിയ തെറ്റാണ്. മാത്രമല്ല എൻ്റെ മനസ്സിലും ഇപ്പോൾ നിന്നോടുള്ള ദേഷ്യവും പിണക്കവും എല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന അവൻ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളും എസ് പറയുന്നതോട് കൂടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കടുത്ത് അടിപൊളിയായിട്ടുള്ള ഡ്രാമയായിട്ട് വീണ്ടും കാണാം.